അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ കഴിയാത്ത, എന്നാൽ ചിലരെങ്കിലും ചിന്തിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. അവർ എവിടെയായിരിക്കും? മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ? സ്വന്തമായ ഒരു രാജ്യമോ പൗരത്വമോ ഭരണഘടനാപരമായ അവകാശങ്ങളോ ഇല്ലാതെ അവർ ഇപ്പോഴും കഷ്ടപ്പെടുകയാണ്. മ്യാൻമാറിലെ രാഖൈനിൽ നൂറ്റാണ്ടുകളായി ജീവിച്ച ഇവരെ 1982 പൗരത്വം റദ്ദാക്കി സ്വന്തം രാജ്യം അപരിചിതരാക്കി. 2017 രൂക്ഷമായ ആക്രമണങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ 7 ലക്ഷത്തിലധികം ആളുകളാണ് ഒരൊറ്റ രാത്രി കൊണ്ട് അയൽ രാജ്യങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ടത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ ബംഗ്ലാദേശിലെ കോക്സ് ബസാറിൽ മാത്രം 10 ലക്ഷത്തോളം റോഹിംഗ്യകൾ ജീവിക്കുന്നു. ഇന്ത്യയിലും 40,000-ഓളം ആളുകൾ താൽക്കാലിക ക്യാമ്പുകളിലുണ്ട്. നാളെന്താകുമെന്നോ സ്വന്തം മണ്ണിലേക്ക് ഇന്ന് തിരിച്ചു പോകാൻ കഴിയുമെന്നോ ഒരു ഉറപ്പുമില്ലാതെ ജീവിതം. ഐക്യരാഷ്ട്രസഭ ലോകത്തിലെ ഏറ്റവും വലിയ അടിച്ചമർത്തപ്പെട്ട ന്യൂനപക്ഷം എന്ന് വിശേഷിപ്പിച്ചത് ഇവരെയാണ്. നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയാത്ത ഈ അവസ്ഥ സ്വന്തം നാടോ വീടോ രാജ്യമോ വിട്ടുപോകാൻ വിധിക്കപ്പെട്ടവന് മാത്രം മനസ്സിലാവുന്ന സത്യം. എത്ര പേർ മരിച്ചിട്ടുണ്ടാവാം. ജോലി ചെയ്യാൻ കഴിയാതെ പാവം മനുഷ്യരും, നല്ല വിദ്യാഭ്യാസം കിട്ടാതെ മക്കളും. സന്മനസ്സുള്ളവർക്ക് ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഇവരെയും ഒന്ന് ഓർക്കുക. മനസ്സുരുകി അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക.